സ്നേഹമാണ് അഖില സാരമൂഴിയിൽ നിന്ന് മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ട്. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് വയലാറും പാടിയിട്ടുണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെട്ടും കഴിയേണ്ടതാണ് നമ്മുടെ ഈ മനുഷ്യജീവിതം. പക്ഷേ എങ്ങനെയാണ് സ്നേഹം സ്വന്തമാക്കേണ്ടതെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. നാം ചുറ്റുപാടും മറ്റുള്ളവരുടെ സ്നേഹത്തെ യാചിച്ച് നടക്കുകയാണ്. സ്നേഹത്തെ യാചിച്ച് നടന്നാൽ സ്നേഹം കിട്ടുകയില്ല. സ്നേഹം കൊടുത്ത് വാങ്ങേണ്ടതാണ് എന്ന് തെളിയിക്കുന്ന ഒരു കഥയാണ് ഇന്ന് നാം പങ്കുവയ്ക്കുന്നത്. ഒരിടത്ത് ഒരു കുഞ്ഞിക്കിളി താമസിച്ചിരുന്നു. ഈ കുഞ്ഞിക്കിളി കാണാൻ ഭംഗിയുള്ള കിളിയായിരുന്നു. നന്നായി പാട്ടുപാടാനും കഴിവുണ്ടായിരുന്നു. പക്ഷേ ഈ കുഞ്ഞിക്കിളിയെ ആരും സ്നേഹിച്ചിരുന്നില്ല എന്നാണ് കുഞ്ഞിക്കിളിയുടെ വിചാരം. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കിളി ലവ് മീ ലവ് മീ ലവ് മീ എന്ന് പാടിക്കൊണ്ടിരുന്നു. പക്ഷേ ആരും ആ കുഞ്ഞിക്കിളിയുടെ അടുത്ത് വന്നില്ല. കുഞ്ഞിക്കിളിക്ക് ആകെ സങ്കടമായി. അവൻ്റെ കഴിവ് കുറഞ്ഞു, അവൻ്റെ തൂവലിൻ്റെ ഭംഗി പോയി. ഇതെല്ലാം കണ്ട് വൃദ്ധനായ ഒരു കാക്ക കുഞ്ഞിക്കിളിയോട് പറഞ്ഞു, നീ ലവ് മീ ലവ് മീ എന്ന് എത്ര കാലമായി കരയുന്നു. ആരും നിന്നെ സ്നേഹിക്കാൻ വരുന്നില്ലല്ലോ, ഒരു കിളികളും നിൻ്റെ അടുത്തേക്ക് വരുന്നില്ലല്ലോ. നീ ഈ മലയുടെ മുകളിൽ ചെല്ലൂ, അവിടെ ജ്ഞാനവൃദ്ധനായ ഒരു മൂങ്ങയുണ്ട്. ആ മൂങ്ങ നിൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരും. ഈ കുഞ്ഞിക്കിളി മൂങ്ങയെ കാണാൻ ചെന്നു. ആ മൂങ്ങ ഈ കുഞ്ഞിക്കിളി പറഞ്ഞതെല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ആ കുഞ്ഞിക്കിളിയോട് ആ മൂങ്ങ പറഞ്ഞു, നീ നിൻ്റെ പാട്ടൊന്ന് മാറ്റിപ്പിടിക്ക്. ലവ് മീ എന്നതിന് പകരം ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പാടൂ. കുഞ്ഞിക്കിളി തിരികെ ചെന്ന് തൻ്റെ മരക്കൊമ്പിലിരുന്ന് പാടാൻ തുടങ്ങി. ഐ ലവ് യു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മെല്ലെ കുഞ്ഞിക്കിളിയുടെ നഷ്ടപ്പെട്ടു പോയ സൗന്ദര്യം തിരിച്ചു വന്നു. കുഞ്ഞിക്കിളിയുടെ സ്വരമാധുര്യം വർദ്ധിച്ചു. മറ്റു കിളികൾ കുഞ്ഞിക്കിളിയുടെ അടുത്ത് വരാൻ തുടങ്ങി. അങ്ങനെ കുറേ കാലം കൊണ്ട് ആ കുഞ്ഞിക്കിളിയുടെ മരത്തിന് ചുറ്റും ധാരാളം കിളികൾ വന്നു ചേർന്നു. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്, അത് യാചിച്ച് വാങ്ങേണ്ടതല്ല, അത് കൊടുത്തു വാങ്ങേണ്ടതാണ്.